മലപ്പുറത്തുണ്ടായ വാഹനാപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഡിവൈഎസ്പി സുനിൽ പുളിക്കലിനാണ് അന്വേഷണ ചുമതല. പോലീസിന് പുറമെ നാറ്റ്പാക്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയാണ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. അപകടസ്ഥലത്തെ ആദ്യഘട്ട പരിശോധനകൾ പൂർത്തിയായതായി എൻഫോഴ്സ്മെന്റ് RTO TP യൂസഫ് സ്ഥിരീകരിച്ചു. അപകടത്തിൽപ്പെട്ട ഡ്രൈവറുടെ മൊഴി നിലവിൽ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പോലീസ് ഇതിനൊരു ടീമിനെ ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ നാറ്റ്പാക്കിലെ സയൻറ്റിസ്റ്റുണ്ട്, NHAയുടെ ആളുകളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആളുകൾ, അങ്ങനെ ഒരു പോലീസിൽ ഉള്ള ആളുകളും വെച്ച് ഒരു ടീമിനെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ എല്ലാവരും കൂടി ഇവിടെ ഒരു ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ട് ബാക്കി ചെയ്യും. ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണോ, ബസ്സിന് പെട്ടെന്നുണ്ടായ സാങ്കേതിക തകരാറാണോ, അതോ റോഡിന്റെ മോശം അവസ്ഥയാണോ അപകടത്തിലേക്ക് നയിച്ചതെന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും ഇത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും എൻഫോഴ്സ്മെന്റ് RTO TP യൂസഫ് പറഞ്ഞു. ഈ അപകടവുമായി ബന്ധപ്പെട്ട് നിലവിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഹ്യൂമൻ എറർ കൊണ്ടാണോ അതോ മെക്കാനിക്കൽ ഡിഫക്റ്റ് കൊണ്ടാണോ ഈ അപകടം സംഭവിച്ചത്, അതുകൂടാതെ പുറത്തുനിന്നുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ, റോഡിൻ്റെ ഡിഫക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. പരിശോധന നടത്തിയിട്ടുള്ളൂ, പല ഭാഗങ്ങളായിട്ടാണ് നടത്തുന്നത്. അതിൻ്റെ റിപ്പോർട്ട് ക്രോഡീകരിച്ചതിന് ശേഷമേ കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റുള്ളൂ. അത് പോസ്റ്റ് ക്രാഷ് അനാലൈസിസ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ പറഞ്ഞ പോലെ അത് റിപ്പോർട്ടാകുന്ന മുറയ്ക്ക് അറിയിക്കാം. നിലവിൽ എല്ലാ ഡാറ്റകളും കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്പീഡുമായി ബന്ധപ്പെട്ട് പരിശോധന കൂടി നടത്തുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി കളക്ട് ചെയ്ത് ഒരു കൺക്ലൂഷനിലെത്താനും ബസ്സിൻ്റെ GPS അതുപോലെ തന്നെ അതൊക്കെ പ്രവർത്തന സജ്ജമാണ്. അതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. അതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു എല്ലാം ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. പ്രാഥമികമായിട്ട് അതിൻ്റെ ടയറുകളിൽ അത്ര പ്രശ്നം കാണുന്നില്ല. കാരണം ഒരു ടയർ മാത്രമാണ് കാണാത്ത, ബാക്കിയില്ലാത്തതും ടയർ ത്രെഡ് ഉണ്ട്. അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറും. ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം.